കോഴിക്കോട്ടുകാരൻ പയ്യൻ കൊച്ചിയിലോട്ട് വന്നു. കൊച്ചി വന്നിട്ട് പയ്യെ ഒന്ന് കഞ്ചാവ് നോക്കി, അത് കഴിഞ്ഞ് ട്രാക്ക് മാറി സിന്തറ്റിക്കിലേക്ക് MDയിലോട്ട് വന്നു. ജീവിതം മുഴുവൻ കൈവിട്ടു പോയി. രക്ഷിതാക്കൾ ഇവനിൽ മാറ്റം കണ്ടപ്പോഴേക്ക് എന്താ ചോദിച്ചു, ഇവൻ മറച്ചു വെക്കാതെ പറഞ്ഞു, എനിക്ക് പറ്റിപ്പോ ഇതാണ് അച്ഛ അമ്മ എന്ന് പറഞ്ഞു. അവനെ കൊണ്ട് വിമുക്തിയിലാക്കി അവൻ ജീവിതം തിരിച്ചു പിടിച്ചു. അപ്പോൾ അവൻ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ഷഹദ് അവനെ ഒന്ന് കണ്ടു. കണ്ടു. For the kind attention of passengers, train number. സിനിമാ മോഹവുമായാണ് കൊച്ചിയിലേക്ക് വണ്ടി കയറിയത്. സിഗരറ്റ് വലിക്കുമായിരുന്ന യുവാവിനെ കഞ്ചാവ് വലിക്കാൻ സുഹൃത്ത് ക്ഷണിക്കുന്നു. പിന്നീട് കഞ്ചാവിന് അടിമപ്പെടുന്നു. ആളാണ് ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾ എന്താ പറയുക, ഇതേമാതിരി സിഗരറ്റ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെയായിരുന്നു ഞാൻ ഫസ്റ്റ് ഈ കഞ്ചാവ് യൂസ് ചെയ്യുന്നത്. ഉപയോഗിച്ച ടൈമിലാണോ, അതായത് എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്തൊക്കെയോ നമ്മുടെ ചിന്താശേഷിയൊക്കെ ഭയങ്കര രീതിയിൽ മാറുന്നു, അല്ലെങ്കിൽ വേറെ ആരും ചിന്തിക്കാത്ത രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അതൊക്കെ പറഞ്ഞാൽ ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ള ധാരണ. കാരണം വെച്ചാൽ എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഏകദേശം ഒരു 3 വർഷത്തോളമായി. ഇപ്പം ഞാനത് എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഇതൊക്കെ നിർത്തിയിട്ട് കൊച്ചിയിലെ റിസോർട്ടിൽ നിന്ന് ഒരു പെൺ സുഹൃത്ത് വഴിയാണ് സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചു തുടങ്ങിയത്. കഞ്ചാവ് സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന യുവാവിന് സിന്തറ്റിക് ലഹരി നൽകിയത് മറ്റൊരനുഭവം. സിന്തറ്റിക് ഉപയോഗിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡൗൺ ആക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഈ സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പറായിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും, നമ്മളെ ഏതൊരു ഇമോഷനാണോ അപ്പോൾ ഉള്ളത് അതൊക്കെ ഭയങ്കര ഹൈ ആക്കുന്ന ഒരു കാര്യമാണ് ഈ സിന്തറ്റിക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. നമ്മുടെ ഈ മൈൻഡിനല്ലേ, അതായത് ഭയങ്കരമായിട്ട് ഒരു സൈക്കോ മെന്റാലിറ്റിയിലേക്ക് പോകും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു നെഗറ്റീവിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഈ ഒരു സാധനം നമ്മൾ എന്താണോ അപ്പോൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യത്തെ ഭയങ്കരമായിട്ട് ഇത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഒരുപാട് സ്വപ്നങ്ങളുമായി കൊച്ചിയിലെത്തിയ യുവാവിന് ലഹരിയുടെ ഉപയോഗം കാരണം തൻ്റെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. എല്ലാം മതിയാക്കി തിരികെ കോഴിക്കോട് തൻ്റെ സ്വന്തം വീട്ടിലെത്തി. വീട്ടുകാർക്ക് തോന്നിയ സ്വഭാവ വൈകൃതമാണ് ഒടുവിൽ വിമുക്തി സെന്ററിലെത്തിച്ചത്. ശരിക്കും എന്താ പറയുക, എനിക്ക് മെന്റലി കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. റിയൽ അല്ലാത്തൊരു കഥ നമ്മുടെ മനസ്സിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതാണ് സത്യം എന്ന് വിശ്വസിച്ചും കണ്ട് നമ്മളെന്താ പറയുക മൊത്തം തോട്ട് അതിലേക്ക് മാറാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പം വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലായി. അങ്ങനെയാണ് എന്താ പറയുക വീട്ടുകാരെ എന്നെ അതേപോലെ കോഴിക്കോടുള്ള വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. 1 വർഷക്കാലത്തെ ചികിത്സയ്ക്ക് ശേഷം ഇന്ന് ഈ യുവാവ് പുതിയ ജീവിതത്തിലാണ്. പാതി വഴിയിൽ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ വീണ്ടെടുക്കാനായി. എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അതേപോലെ ഒരുപാട് എന്താ പറയുക ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഈ ലഹരിൻ്റെ മുകളിൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ഇതിൻ്റെ ശേഷമുള്ളൊരു ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു വരാൻ പറ്റിയിട്ട്, അതായത് എന്താ പറയുക ഒരു മനസ്സമാധാനം എന്ന് പറയില്ല. അതായത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മളൊരു വർക്കിന് പോയി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ, പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് ഈ ഭയങ്കരമായിട്ട് ഈ ലഹരി ഉപയോഗിക്കുന്ന ആ ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് നമ്മൾ കൂടുതലായിട്ടാണ്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താ പറയുക എല്ലാവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എന്താ പറയുക ഏറ്റവും വലുതാണെങ്കിൽ നമുക്കൊരു സമാധാനം, സന്തോഷം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.